ഫ്രണ്ട്സ്, ജെമിനി പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു രസകരമായ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. ഇവരുടെ മൂന്ന് പേരുടെ ഈ കപ്പിൾസിൻ്റെ മൂന്ന് പേരുടെയും ശ്രുതി, ശ്രുതി, അതുപോലെ തന്നെ വർഷ, ശ്രീകാന്ത്, സച്ചി, രേവതി, ഇവരുടെ മൂന്ന് പേരുടെ അങ്ങോട്ടുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും അതിൻ്റെ കൂടെ ചില സംഭവങ്ങളും ശ്രുതിയുടെയും ചന്ദ്രയുടെയും നന്നായിട്ടുള്ള കുശുമ്പും ഇതിൻ്റെ എല്ലാ ഇടയിൽ കൂടെ നമ്മുടെ അച്ചമ്മ അങ്ങ് എത്തുകയാണ്. അച്ചമ്മ എത്തുമ്പോൾ വളരെ രസകരമായൊരു എപ്പിസോഡാണ്. അച്ചമ്മ വെറുതെ ഒന്നുമല്ല വരുന്നത് കേട്ടോ, ഒരു തൊട്ടിലുമായിട്ടാണ് വരുന്നത്. ചന്ദന തടിയിൽ പണിത ഒരു തൊട്ടിൽ. അതെന്തിനാണെന്നറിയാവോ? അച്ചമ്മയുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട്. അതായത് ചിച്ചമ്മയുടെ പ്രതീക്ഷ സച്ചിക്കും രേവതിക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതാണ്. ആ കുഞ്ഞിനായിട്ടാണ് കേട്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയ ആ തൊട്ടിലും കൊണ്ട് അച്ചമ്മ എത്തുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചന്ദ്രോദയത്തിൽ. എന്താണെന്ന് വെച്ചാൽ രേവതി സച്ചിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇങ്ങനെ കുടിച്ചിട്ട് വരരുതെന്നുള്ള കാര്യം. പക്ഷേ സച്ചി ആ വാക്ക് പാലിക്കാതിരിക്കുകയാണ് കേട്ടോ. രേവതിയോടൊരു ചെറിയ പിണക്കമൊക്കെ തോന്നിക്കഴിയുമ്പോൾ സച്ചി നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് വരികയാണ്. അങ്ങനെ മദ്യപിച്ച് കാലേ നിൽക്കാൻ മേലാതെ വരുന്ന സച്ചിയെ കാണുമ്പോൾ രേവതിക്ക് നല്ല ദേഷ്യം വരിക. ആടി ആടി വന്നിട്ട് സച്ചി ആകെ മൊത്തം അവിടെ കിടന്ന് വട്ട് കളിക്കുക. രേവതി എന്നൊക്കെ പറഞ്ഞ് വാതൊക്കെ വന്ന് നിന്നിങ്ങനെ ആടുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വന്നല്ലോ, ഇന്ന് 4 കാലിലാണല്ലോ ഇവൻ്റെ വരവ്. ഇവൻ കുടി നിർത്തിയെന്നും പറഞ്ഞ് നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പം കണ്ടോ ഭർത്താവിൻ്റെ ഗുണവധികാരം? ഇതൊന്നും നേരെയാവാൻ പോകുന്നില്ല. ഇവൻ്റെ കാര്യത്തെ എനിക്ക് ഒരു പ്രതീക്ഷയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ രേവതി. അപ്പം ഇവനെ നന്നാക്കിയെന്നും ഇവൻ ശരിയായി എന്നും ഒക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? അപ്പം രേവതി പറയാ, അമ്മേ അത് സച്ചിയേട്ടൻ എന്നോട് സത്യം ചെയ്തതാ. ഇത്രയും ദിവസമൊന്നും സച്ചിയേട്ടൻ കുടിച്ചില്ലല്ലോ, ഇന്നിപ്പോൾ എന്താ പറ്റിയ സച്ചിയേട്ടാ? അപ്പോൾ സച്ചിക്ക് ആകെ നാക്കൊക്കെ കുഴഞ്ഞു പോവും. രേവതി എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ അടുത്തേക്കില്ല. അപ്പോൾ ചന്ദ്ര, എടാ ഞാനല്ലടാ രേവതി, ഞാൻ നിൻ്റെ അമ്മയാടാ, ദേ നിൽക്കുന്ന നിൻ്റെ ഭാര്യ രേവതി, അങ്ങോട്ട് ചെല്ല് എന്ന് പറയാം. അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ല, രേവതി അതൊക്കെ ഉണ്ടല്ലോ, ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൂസായി സംസാരിക്കുക. അപ്പോഴേക്ക് രവി വന്നിട്ട് പറയാം, എൻ്റെ സച്ചി നീ എന്താ ഈ കാണിക്കുന്നത്? നീ നല്ല കോഡിലാണല്ലോ വന്നിരിക്കുന്നത്, ഇങ്ങനെ വരരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ രേവതി അന്നേരം രേവതി പറയാം, സച്ചിയേട്ടാ ഞാൻ സച്ചിയേട്ടനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് സച്ചിയേട്ടൻ കുടിച്ച് ബോധമില്ലാതെ ലെക്ക് കെട്ടി ഇങ്ങനെ വന്ന് കയറിയത് എന്തിനാന്ന് ചോദിക്കുക. അത് രേവതി, ഇന്നൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് ഒരാളെ ചിലവ് ചെയ്തപ്പോൾ ഞാൻ അങ്ങ് കുടിച്ചൂന്നേ ഉള്ളൂ, നീ എന്നോടൊന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ കൂപ്പുകയും ആക്ഷനും കാണിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ രേവതിയാണെങ്കിൽ റൂമിലേക്ക് കയറിപ്പോയി. സച്ചി അങ്ങോട്ട് പുറകെ ചെല്ലുന്നിട്ട് വാതിൽ മുട്ടുക. രേവതി വാതിൽ തുറക്ക്, രേവതി വാതിൽ തുറക്ക് എന്നൊക്കെ പറയാം. അപ്പോഴേക്കും രേവതി വാതിൽ ഓർക്കുക. സച്ചി അപ്പോൾ അകത്തേക്ക് കയറുക. രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടാ ഇങ്ങോട്ട് കയറി വന്നത്? ഇങ്ങോട്ട് കയറി വരരുത് ഈ കോലത്തിലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇത്രയും കുടിച്ച് കൂത്താടിയിട്ട് ഇങ്ങോട്ട് വന്ന് കയറൊന്നും വേണ്ട, ഇറങ്ങിപ്പൊക്കെ എൻ്റെ റൂമിൽ നിന്ന് പറയുക. അപ്പോൾ സച്ചി പറയാം, അയ്യോ രേവതി അങ്ങനെ പറയല്ലേ, ഞാനും കൂടെ ഇവിടെ കിടന്നോട്ടെ, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല, ഇന്നിപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ, അതുകൊണ്ട് നീ എന്നോടൊന്ന് ക്ഷമിക്ക് എന്ന് പറയാം. രേവതി പറയുന്നുണ്ട്, ഒരിക്കലും ക്ഷമിക്കില്ല, ടെറസിൻ്റെ മുകളിൽ പോയി തന്നെ കിടന്നാൽ മതി, ഈ മുറിയിൽ കിടക്കാന്ന് സച്ചിയേട്ടൻ ഓർക്കേ വേണ്ട, അതുകൊണ്ട് ഇറങ്ങി പോയിക്കോളാൻ പറഞ്ഞ് ഇറക്കി വിട്ട് വാതിലടക്കിയ രേവതി കേട്ടോ. സച്ചിയാണെ ആകപ്പാടെ ബുദ്ധിമുട്ടി മൂളി പോയി കിടക്കുകയാണ്. അതേസമയം ശ്രുതിയും കൂടെ ഒരു ചെറിയ പിണക്കം ഉണ്ടാകുന്നുണ്ട്. ശ്രുതിയുടെ മണ്ടത്തരങ്ങളെല്ലാം കണ്ടിട്ട് ശ്രുതി ചീത്ത പറയാ, എന്താന്ന് നോക്കണേ ഈ കളികൾ, എൻ്റെ ശ്രുതി ഇത്രയൊക്കെ ആയിട്ട് നിനക്കൊരു ബിസിനസ് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ കഴിവ് കേടുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, നീ എപ്പോഴും എന്നെ കഴിവ് കേട്ടവൻ എന്നൊന്നും പറയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരും കൂടെ മുട്ടനടി അവിടെ ഉണ്ടാവുക. അങ്ങനെ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞു കിടന്നിട്ട് പറയാം, ഇവിടെ കിടക്കണ്ട, നീ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയാം. അപ്പോൾ ശ്രുതി പറയാം, എല്ലാവരും ഞാൻ ഇവിടെ കിടക്കുന്നൊന്നുമില്ല, ഞാൻ വെളിയിൽ പോയി കിടന്നോളാം, ഞാൻ ടെറസിൽ മുകളിൽ കിടന്ന് ഉറങ്ങിക്കോളാം എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവുക. അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും തമ്മിൽ നല്ലൊരടി ഉണ്ടാകുക. കാരണം ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുണ്ട്, നീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് ഇത്തിരി ഓവർ സ്മാർട്ടാണ്. ശ്രീകാന്തിൽ അവൾക്കൊരു കണ്ണൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ സോപ്പിട്ട് സംസാരിക്കാനും ശ്രീകാന്തിൻ്റെ കാര്യങ്ങൾ പറയാനും ഒക്കെ നീതുവിന് വലിയ താല്പര്യമാണ് കേട്ടോ.
അതൊന്നും നമ്മൾ വർഷയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. വർഷ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ശ്രീകാന്തിനെ വിവാഹം കഴിക്കണമെന്നുള്ള ഒരു ചിന്തയെ തന്നെയാണ് നീതു ഇരിക്കുന്നത്. ഏത് സമയം ശ്രീകാന്തിനെ വിളിക്കുകയും പുറകെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വർഷയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പം വർഷയും അതിൻ്റെ പേരിൽ ശ്രീകാന്തുമായിട്ട് വഴക്കുണ്ടാക്കുക. വർഷ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിൻ്റെ ഓണറുണ്ടല്ലോ, ആ ഓണർ അവൾ അല്ലേലും ശരിയല്ല, നിനക്കും ഇപ്പോൾ അവളോടൊരു ചായ്വൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഏത് നേരവും കടയിൽ എപ്പോഴും ലേറ്റായിട്ട് വരിക. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്? അപ്പോൾ ശ്രീകാന്ത് പറയും, എൻ്റെ പൊന്നു വർഷേ, ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ നീ വഴക്കുണ്ടാക്കാതെ, നിനക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലേ, പിന്നെ എന്തിനാ നീ? എൻ്റെ പൊന്ന് ശ്രീകാന്ത്, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന്. അതിനുള്ള പണം വീട്ടിൽ നിന്ന് തരാമെന്ന് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റാരുടെയും പണമല്ലല്ലോ, എൻ്റെ തന്നെ പണമല്ലേ. എന്നിട്ടും ശ്രീകാന്തിന് അതിന് താല്പര്യമില്ല. ആ റെസ്റ്റോറൻറ്റിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണം. അതെന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ എന്തെങ്കിലും പറ എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടും കൂടെ തമ്മിലും അടിയാകുക. ശ്രീകാന്ത് റൂമിന് വെളിയിലാകുക. അങ്ങനെ ശ്രീകാന്ത് മുകളിലേക്ക് ചെല്ലുക. അപ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും ഉണ്ട് കേട്ടോ, സച്ചിയുണ്ട് സുധിയുണ്ട്. അപ്പോൾ ശ്രീകാന്തം വരും. അപ്പോൾ സച്ചി പറയാം, ആഹാ നീ എത്തിയല്ലോ, കൊള്ളാമല്ലോ, നമ്മൾ 3 പേരും ഇപ്പോൾ ഇതിൻ്റെ മുകളിലായല്ലോ, എന്ത് പറ്റിയടാ, നിന്നെയും ഭാര്യ പുറത്താക്കിയോ എന്ന് സച്ചി ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പിന്നെ അവൾക്ക് വേറെ പണിയൊന്നുമില്ല, ചെറിയ കാര്യത്തിനൊക്കെ വഴക്ക് പിടിച്ചിട്ട് എന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടു, ഞാനിങ്ങ് പോരുകയും ചെയ്തെന്ന് പറയാം. അപ്പോൾ സുധിയും പറയാം, അതെ അതെ, അവിടെ ഒരുത്തിയുണ്ട്, അവളും ഇങ്ങനെ തന്നെയാണ്, അവളും ഒരു കാര്യമില്ലാതെ ഞാൻ കഴിവുകെട്ടവനാണെന്നും പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടെന്ന് പറയാം. അപ്പോൾ സച്ചി നല്ല പൂസാണല്ലോ. സച്ചി പറയാം, ശരിയാ, എന്നെ അതെ രേവതി ഇറക്കി വിട്ടു, ഞാനൊരു ശകലം മദ്യപിച്ചതേ ഉള്ളൂ, അതിൻ്റെ പേരിൽ അവൾ എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. ഇവളുമാരെല്ലാം ഒരു കണക്ക് പറഞ്ഞാൽ ഒരുപോലെ തന്നെയാണ് കേട്ടോ, 3 പേരും കൊള്ളായതായാലും എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുക. അപ്പോൾ സച്ചി പറയാം, ശരിയാ, ഇവളുമാരെ അല്ലേലും ആണുങ്ങൾക്ക് ഒരു വിലയും തരുന്നില്ല. ഇവളെയൊക്കെ നമ്മൾ ഭാര്യമാരായിട്ട് അംഗീകരിച്ചുകൊണ്ടല്ലേ ഇവർ ഭാര്യമാരായത്, നമ്മൾ തന്നെയാണ് ഭർത്താക്കന്മാർ, നമുക്ക് തന്നെയാണ് വിലയുള്ളത്. സച്ചി നല്ല പൂസാ. സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ, അവർക്ക് എന്ത് വിലയുള്ളത്, നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മാത്രം അവർ നമ്മുടെ ഭാര്യയായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുക. നമ്മൾ അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഭാര്യയാവോ? ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പം അതിന് ഏസ് മൂളി കൊടുക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. അപ്പോൾ സുധിയും പറയാം, ശരിയാ അങ്ങനെയാണല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയാം സുധിയോട്, അതെ വിളിച്ച് ചോദിക്ക്, ശ്രുതിയോട് ചോദിക്ക്, നമ്മൾ തന്നെയാണ് ഏറ്റവും വലുതെന്നും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് അവർ ഭാര്യയായിട്ട് കൂടെ നിൽക്കുന്നതെന്നും ഒക്കെ അങ്ങ് ചോദിച്ചു നോക്ക് എന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് ആ പൊട്ടൻ ശ്രുതി ഫോൺ എടുത്തിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് പറയാം, ശ്രുതി. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്തിനാണ് നിങ്ങളിപ്പം പിന്നെ വിളിച്ചത്, നിങ്ങളോട് വിളിക്കാൻ ആരെങ്കിലും പറഞ്ഞോ, അവിടെ ഞാൻ കിടന്നൂടെ? അല്ല കിടന്നോളാം, നീ എന്തിനാ വലിയ ആൾ കളിക്കുന്നത്, നിനക്കൊരു വിചാരമുണ്ട് നീ എൻ്റെ ഭാര്യയാണെന്ന്, നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ നീ ഇപ്പം എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. നീ എൻ്റെ ഭാര്യ ആയത് എങ്ങനെയാണെന്ന് അറിയാമോ, ഞാൻ നിന്നെ അംഗീകരിച്ചത് കൊണ്ടാണ്, നിന്നെ ഭർത്താവായിട്ട്, ഞാൻ ഭർത്താവ് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചത് കൊണ്ടാണ് നീ ഇപ്പം എൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്നതും ഇങ്ങനെ അഹങ്കരിക്കുന്നതും, അത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി പറയും, ഓ മനസ്സിലായി, ഇപ്പം ഈ ബുദ്ധി നിനക്ക് ആര് പറഞ്ഞു തന്നതാ? ആ സച്ചി ആയിരിക്കും അല്ലേ, അല്ലാതെ നിൻ്റെ തലയിൽ ഒരു ബുദ്ധിയും കിഴങ്ങും ഇല്ലെന്ന് എനിക്കറിയാം, സച്ചി പറഞ്ഞു തന്ന കേട്ട് അവൻ വിളിക്കുക എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് കട്ട് ചെയ്യുക ഫോൺ. അപ്പോഴേക്കും അത് കണ്ട് ശ്രീകാന്ത് സച്ചി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. അവർ കേൾക്കുന്നുണ്ട് ശ്രുതി പറയുന്നത്. വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങ് നാണം കെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം അവർ പറയുന്നുണ്ട്, പോട്ടെ നമുക്കിന്ന് ഇവിടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞ് 3 പേരും അവിടെ ടെറസിൻ്റെ മണ്ടയിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് ചന്ദ്ര വരുമ്പം ചന്ദ്രയോട് ഇവർ പറയുന്നുണ്ട്, ദേ ഇത് കണ്ടോ, എല്ലാവരും ഒത്തുചേർന്ന് ഭാര്യമാരെല്ലാം കൂടെ ഞങ്ങളെ പുറത്താക്കി, അമ്മ തന്നെ ചെന്ന് അങ്ങോട്ട് പറയാന്ന് പറയേ ശ്രുതി. അപ്പോൾ ചന്ദ്ര പറയും, എൻ്റെ പൊന്നു ദൈവമേ എനിക്ക് പറ്റില്ല കേട്ടോ, ഞാൻ പോയി പറയാനൊന്നും പോകുന്നൊന്നുമില്ല, ഇനിയിപ്പം നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭാര്യമാരോട് ഞാൻ ചെന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് കയറ്റേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതിനൊന്നും ആവശ്യമില്ല, അമ്മ അച്ഛനോട് പറ, അച്ഛൻ പോയി പറയൂന്ന് പറയുകയാണ്. അപ്പോൾ സുധി. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയും, എൻ്റെ പൊന്നു സുധി, ഞാൻ അച്ഛനോട് പറഞ്ഞാലേ അച്ഛൻ ഇതിൻ്റെ പേരിൽ ഇനി എന്നോട് പിണങ്ങും, എന്നിട്ട് അച്ഛനും കൂടെ വന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ കിടക്കും, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പോട്ടെ, നിങ്ങൾ ഏതായാലും ഇന്ന് ഇവിടെ കിടക്ക് എന്നും പറഞ്ഞ് ചന്ദ്രയും അങ്ങ് പോവുക. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ അച്ചമ്മ വരുന്നുണ്ട്. അച്ചമ്മ വന്ന് കയറിയിരിക്കുക. അച്ചമ്മ വന്ന് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണേ. അപ്പോൾ രേവതി അച്ചമ്മ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. ശ്രുതി ആണേലും അച്ചമ്മ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. വർഷയെ ഓടിച്ചെന്ന് അച്ചമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി പറയാം, അച്ചമ്മ ഇപ്പോൾ കുറേ നാളായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്, എന്താ അച്ചമ്മ വരാതിരുന്നേന്നൊക്കെ ചോദിക്കുക. അപ്പം അച്ഛമ്മ പറയാം, ഞാനിവിടെ വരാതിരിക്കുന്നത് തന്നെയല്ലേ എല്ലാവർക്കും താല്പര്യം എന്ന് ചന്ദ്രയെ നോക്കിയിട്ട് പറയാം. ഞാൻ വന്ന് നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത്.
പിന്നെ ഇപ്പം പൊങ്കലൊക്കെ ആയില്ലേ, കഴിഞ്ഞ പൊങ്കലിന് ഇതുപോലെ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു, നമ്മൾ അവിടെ ആഘോഷിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഈ പ്രാവശ്യം ആ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഈ പൊങ്കലിന് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയാ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നല്ല സന്തോഷമായി അച്ചമ്മ ഇവിടെ വന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അച്ചമ്മയെ ഞങ്ങളിങ്ങനെ മിസ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയാം. അച്ചമ്മ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഇനിയിപ്പം ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണുമല്ലോ, പൊങ്കലും അതിൻ്റെ ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ, അതുവരെ ഞാനിവിടെ കാണുമെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ദൈവമേ ഇനിയും വന്നിരിക്കുക, ഇനി പൊങ്കലിന് 1-2 ആഴ്ചയുണ്ട്, അത്രയും നാളും കൂടെ ഇവിടെ കാണുമെന്ന്. അപ്പോൾ പിന്നെ ഈ ശല്യം ഇപ്പോഴെങ്ങും പോവില്ല, എന്നെ ഭരിക്കാനായിട്ട് ഇവരിവിടെ തന്നെ നിൽക്കും, ആ രേവതിയെയും സച്ചി എടുത്ത് തലയിലേക്ക് വയ്ക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചന്ദ്ര അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ നീതു അവിടെ എത്തുന്നത് കേട്ടോ. നീതു എത്തുന്ന കാണുമ്പോഴേ വർഷയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം നീതുവിനോട് വർഷയ്ക്ക് നല്ല ദേഷ്യമാണ്. കാരണം ശ്രീകാന്തിൻ്റെ പുറകിൽ നിന്ന് ആ പെണ്ണ് മാറുന്നുമില്ല. അപ്പോൾ വർഷ ഇങ്ങനെ മുഖമൊക്കെ വെറുപ്പിച്ച് നിൽക്കുക. അപ്പം വന്നിട്ട് നീതു പറയുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ വീടല്ലേ, ശ്രീകാന്തിൻ്റെ അമ്മയല്ലേ എന്ന് ചന്ദ്രയോട് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതേ ശ്രീകാന്തിൻ്റെ അമ്മയാ. ആരാ മോളാരാന്ന് ചോദിക്കുക ചന്ദ്ര. അപ്പോൾ പറയുന്നുണ്ട്, ഞാനേ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാ നീതു, MD എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് പൊങ്ങച്ചാവുക. ചന്ദ്രയോട്, ആണോ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണോ മോള്? ഭയങ്കര സന്തോഷം, ഓണറൊക്കെ ഇവിടെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. മോൾക്ക് എന്താ വേണ്ടേ എടുക്കട്ടെ, എന്താ കഴിക്കാൻ വേണ്ടേ, രേവതി എന്തെങ്കിലും കൊടുക്കടി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാം. അപ്പം നീതു പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടി വന്നതാന്ന് പറയാം. ഇതാ ശ്രീകാന്തിൻ്റെ അച്ചമ്മ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക ചന്ദ്ര. അപ്പം നമ്മുടെ വർഷയ്ക്ക് ഒട്ടും പിടിക്കുന്നൊന്നുമില്ല. ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇതായിരിക്കും രേവതി അല്ലേ, ഇതായിരിക്കും ശ്രുതി അല്ലേ എന്നൊക്കെ നീതു ചോദിക്കുക. എന്നിട്ട് നീതു പറയുന്നുണ്ട്, അതെ ഞാനിപ്പോൾ വേറൊരു ആവശ്യത്തിന് വന്നതാ, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഒരു പ്രൊമോഷണൽ പ്രോഗ്രാമാണ്, അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പം രവിയും പറയുന്നുണ്ട്, സന്തോഷം, ഞങ്ങളെല്ലാവരും വരാമെന്ന് പറയാം. എല്ലാവരും വരണം, വരിക മാത്രമല്ല അവിടെ കുറച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുകയും വേണമെന്ന് പറയാം. അപ്പോൾ രവി പറയോ, ഇനി കോമ്പറ്റീഷന് ഇവരൊക്കെ വന്ന് പങ്കെടുക്കും, ഞാനും ചന്ദ്രയും വരണോ എന്ന് ചോദിക്കുക. അപ്പോൾ ആ പെൺകുട്ടി പറയും, അയ്യോ അത് നിങ്ങൾ രണ്ടും വരണം, ആൻറ്റി അങ്കിളും വരണം, എല്ലാവരും വന്ന് ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയാണ്. അച്ചമ്മയോടും പറയുന്നുണ്ട് കേട്ടോ വരണമെന്ന്. അപ്പോൾ എല്ലാവരും പറയണം, വരാം, ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരാമെന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര നീതു പോയി കഴിഞ്ഞ് പറയും, കോമ്പറ്റീഷൻ അതിന് പങ്കെടുക്കാൻ ഇവരെങ്ങാനും പോവോ, ഇവരെല്ലാവരും പിണക്കല്ലേ, പിന്നെ എങ്ങനെയാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്, എല്ലാവരും പരസ്പരം പിണങ്ങി നിൽക്കല്ലേ എന്ന് പറയാം. അപ്പോഴും രേവതിയും സച്ചിയും പറയാം, പിണക്കാണേലും ഞങ്ങൾ എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കുമെന്ന് പറയാണ്. അച്ചമ്മയും പറയാം, പിണങ്ങിയാലെന്താ, അവരെല്ലാത്തിനും മത്സരത്തിനും പങ്കെടുക്കും ചന്ദ്രയെന്ന് പറയാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അവിടെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുക. അവിടെ ഒരു പരിപാടിയൊക്കെ നടക്കുകയാണ്. അവിടെ അങ്ങനെ പല പല കോമ്പറ്റീഷനുകൾ ഇങ്ങനെ നടക്കുക. അപ്പോൾ ആദ്യം അങ്ങനെ ഓരോരോ രസകരമായ കോമ്പറ്റീഷനുകളാണ്. അതിൽ ആദ്യം എന്തോ നടക്കുന്നതിലൊക്കെ രേവതി, സച്ചി അങ്ങനെ എല്ലാവരും വിജയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി സച്ചിയും വിജയിക്കണം എന്നാണ് അച്ചമ്മയുടെ ആഗ്രഹം. അച്ചമ്മ എപ്പോഴും പറയും, രേവതി സച്ചിയും വിജയിക്കും, എൻ്റെ സച്ചി മോനെ വിജയിക്കുള്ളൂ എന്ന് പറയും. അതേസമയം ചന്ദ്ര പറയുന്നത് എൻ്റെ സുതിമോനെ വിജയിക്കുള്ളൂ എന്നാണേ. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ ഒറ്റയ്ക്ക് ഇവർ മത്സരിക്കുമ്പോൾ എല്ലാ കോമ്പറ്റീഷനിലും ഇവരൊക്കെ അങ്ങ് വിജയിക്കുന്നുണ്ട്. അതേസമയം കപ്പിൾസായിട്ട് വരികയാണ് കേട്ടോ. 2 പേരുടെ കാല് കൂട്ടിക്കെട്ടുക, ഭാര്യയുടെ കാലും ഭർത്താവിൻ്റെ ഒരു കാലും കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഓടുക, അങ്ങനെയുള്ള മത്സരം വരുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്ത് ശ്രുതിയൊക്കെ തോറ്റുപോവാണേ. അപ്പം അവർക്കാകെ വിഷമാവുകയാണ്, ഇങ്ങനെ നമ്മളൊരു കപ്പിൾ കോമ്പറ്റീഷനിൽ നമ്മളിങ്ങനെ തോറ്റു പോവുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അച്ചമ്മയും പറയാം, അത് നിങ്ങളുടെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം കാരണമാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കല്ലേ, അതുകൊണ്ടാണ് ഈ കപ്പിൾ കോമ്പറ്റീഷനിലൊന്നും തോറ്റു പോകുന്നതെന്നൊക്കെ പറയുക. അങ്ങനെ അതിനുശേഷം ഒരു കോമ്പറ്റീഷൻ വരികയാണ്. ഒറ്റ കാലിൽ നിന്നിട്ട് ഭാര്യ എടുത്ത് പൊക്കിക്കൊണ്ടിങ്ങനെ നിൽക്കണം. ആ ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴേക്കും സച്ചി രേവതിയെ എടുത്ത് പൊക്കിയിരിക്കുക. രേവതി എടുത്ത് പൊക്കി കുറേ നേരമൊക്കെ നിൽക്കുക. അപ്പം മിണ്ടുന്നൊന്നുമില്ല പരസ്പരം. അപ്പോൾ രേവതി ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ സച്ചി പറയേ, എൻ്റെ പൊന്നു രേവതി, നീ ഈ മസിൽ വിട്, ഇന്നലെ ഞാൻ കുടിച്ചു, അത് ശരിയാ, നീ പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ കുടിച്ചു, ബോധമില്ലാതെ വന്നു, നീ എന്നോട് ക്ഷമിക്ക്, നീ എന്നോട് ക്ഷമിച്ചെന്ന് പറ, എന്നിട്ട് നീ ഒന്ന് ചിരിക്ക്, നീ ചിരിച്ച് കൂളായിട്ട് നിന്നാൽ എനിക്ക് നിന്നെ കൂളായിട്ട് എടുത്ത് പൊക്കി എത്ര നേരം വേണേലും നിൽക്കാൻ പറ്റും.
അപ്പോൾ രേവതി പറയാം, ഇല്ല ഞാൻ ചിരിക്കുകയൊന്നുമില്ല, ഞാൻ സച്ചിയേട്ടനോട് പിണക്കം തന്നെയാണ്. കാരണം സച്ചിയേട്ടൻ അങ്ങനെയുള്ള കാര്യമല്ലേ ചെയ്തത്, എത്ര പ്രാവശ്യം പറഞ്ഞതാ. അപ്പോൾ സച്ചി പറയാം, ഞാൻ മാപ്പ് ചോദിക്കാം, എന്നാലും എൻ്റെ രേവതി നീ ഒന്ന് ചിരിക്കുക, നീ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുമ്പം എനിക്കൊരു മൂടുമില്ല എന്ന് പറയാം. അങ്ങനെ രേവതി പിന്നെ അവസാനം അങ്ങ് ചിരിക്കുക. അപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവും, അവർ തമ്മിലുള്ള ആ പിണക്കം അവിടെ തീർന്നു. അതുപോലെ തന്നെ ശ്രീകാന്ത് വർഷയെ എടുത്ത് പൊക്കാൻ പോകുമ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ശ്രീകാന്തേ, നീ എന്നെ എടുത്ത് പൊക്കമൊന്നും വേണ്ട, കുറച്ച് നേരം പൊക്കിയിട്ട് താഴോട്ട് എങ്ങനെ നിർത്ത്, മത്സരത്തിന് ജയിക്കൊന്നും വേണ്ട, നിൻ്റെ കൈയൊക്കെ വേദനയാവും, നാളെ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ നിനക്ക് ജോലി ചെയ്യേണ്ടല്ലേ കൈ കൊണ്ട്, അപ്പോൾ പിന്നെ ഈ പണിയും കൂടെ വേണ്ടാന്ന് വയ്ക്കുക, നീ എന്നെ താഴെങ്ങാൻ നിർത്ത് കുറച്ച് നേരം കഴിഞ്ഞെന്ന് പറയുക. അങ്ങനെ അവരുടെ പിണക്കവും മാറുക. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടെ. അപ്പോൾ ശ്രുതിയോട് പറയാം, ശ്രുതി നീ സൂക്ഷിച്ചു വേണം കേട്ടോ എടുക്കാനായിട്ട്, നിനക്ക് വയ്യെങ്കിൽ നീ ചെയ്യണ്ടെന്ന് പറയാണ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വേണ്ട, എനിക്ക് നല്ല വെയിറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ എടുക്കണ്ടെന്നൊക്കെ പറയാം. അങ്ങനെ 3 പേരും തമ്മിലുള്ള പിണക്കമൊക്കെ ആ ഒരു കോമ്പറ്റീഷനോട് കൂടി തീരുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആവുകയാണ്. ഇവർക്ക് സമ്മാനമൊക്കെ കുറേ കിട്ടുന്നുമുണ്ട്. എന്തൊക്കെയോ മത്സരങ്ങളിൽ ഇവർക്ക് എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടി. ആ സമ്മാനമൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് വരിക. അപ്പോൾ അച്ചമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. അച്ചമ്മ പറയണം, ഏതായാലും നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ, എല്ലാവരും നല്ല സന്തോഷമായല്ലോ, അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമാവുകയെന്ന് പറയാം. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് പിണക്കവും മാറിയോ എന്ന് പറയാം. അപ്പോൾ അച്ചമ്മ ചോദിക്കുക, എന്താ ചന്ദ്രൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അവർ തമ്മിലുള്ള പിണക്കം മാറിയതിന്, നിനക്കെന്താ കുശുമ്പ്? ചന്ദ്ര പറയാം, എനിക്കൊരു കുശുമ്പും ഇല്ലേ എന്ന് പറയാം. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് റൂമിൽ കയറി വരുന്ന റൂമിൽ തന്നെ ഒരു തൊട്ടിലിരിക്കുക. അപ്പോൾ ഇത് കാണുന്ന രേവതി ഉടനെ ചോദിക്കുക, ഇതെന്താ ഇവിടെ തൊട്ടിൽ, ഇത് ആർക്ക് കൊണ്ടുവന്നത്, ഇതാരും ഈ തൊട്ടിൽ ഇവിടെ കൊണ്ടുവച്ചത്, ഇത് നമ്മൾ പോകുമ്പോഴൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയാം. അപ്പം ശ്രുതിയും പറയുന്നുണ്ട്, ശരിയാ ഇതിവിടെ കണ്ടില്ലെന്ന് പറയാം. വർഷയും പറയുക. അങ്ങനെ ഇവരെല്ലാം അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ, ഇതെന്താ ഈ തൊട്ടിൽ ഇവിടെ വന്നതെന്ന്. അപ്പോൾ അച്ചമ്മ പറയാം, ഈ തൊട്ടിലേ ഞാൻ കൊണ്ടുവന്നതാന്ന് പറയാം. ആഹാ, അതെന്തിനാ അച്ചമ്മേ തൊട്ടിലും കൊണ്ട് വന്നേന്ന് ചോദിക്കുക കേട്ടോ നമ്മുടെ സച്ചി. അപ്പോൾ പറയാം, അതെ ഇത് വീട്ടിൽ ആവശ്യമുള്ള സാധനം തന്നെയല്ലേ, അതുകൊണ്ട് അവിടെ ഇരുന്ന പഴയ തൊട്ടിൽ ഞാൻ കൊണ്ടുവന്ന നല്ല ചന്ദനത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ തൊട്ടിലായത് എന്ന് പറയാണ്. നല്ല ക്വാളിറ്റിയാണ്, പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാ, ഇനിയിപ്പം ഇത് ഈ വീട്ടിലെ ആവശ്യം എന്ന് പറയാണേ. അപ്പോൾ ഉടനെ വർഷ പോയി നോക്കുക. വർഷ അതിലൊക്കെ തൊട്ടൊക്കെ നോക്കി നല്ല മണത്തൊക്കെ നോക്കിയിട്ട് പറയും, ശരിയാ ഇത് ചന്ദനത്തിൻ്റെ തൊട്ടിൽ തന്നെയാ, അച്ചമ്മ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാം, ഇനിയിപ്പോൾ എൻ്റെ പേരക്കുട്ടികളുടെ കുട്ടികളുണ്ടാവാനില്ലേ, അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാന്ന് പറയുമ്പം ശ്രുതിയുടെ മുഖം അങ്ങ് വാടുക. ശ്രുതിക്ക് ആകെ മനസ്സിൽ ടെൻഷനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രുതി ഒന്ന് പ്രസവിച്ചതും ഒക്കെ അല്ലേ, അതുകൊണ്ട് ശ്രുതി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രുതി വരയ്ക്ക് ഭയങ്കര സന്തോഷം. ഇതിപ്പം ഞങ്ങൾക്കായിരിക്കും ആദ്യം ആവശ്യം വരുന്നത് അല്ലേ അച്ചമ്മ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളൊക്കെ കൂടിയല്ലേ തീരുമാനിക്കേണ്ടത് ഈ തൊട്ടിൽ ഇപ്പോൾ ആർക്കാന്ന്. എന്തായാലും ഈ 3 പേരിൽ ഈ തൊട്ടിൽ ഈ വീട്ടിൽ തന്നെ വേണ്ടി വരും, ഞാൻ അതുകൊണ്ട് നേരത്തെ ഇതിങ്ങ് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചന്ദ്രയും രവിയും ഒക്കെ നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് രേവതിക്ക് നാണം വരും. അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയോട്, രേവതി കണ്ടോ ദേ അച്ചമ്മ തൊട്ടിൽ വരെയായിട്ട് വന്ന്, ഇനിയിപ്പം നമ്മൾ കൂടി ഒന്ന് ശ്രമിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സച്ചിയേട്ടാ, എന്താ ഈ പറയുന്നേ എന്ന് പറയാണ്. അപ്പം അച്ചമ്മ പറയാം, നിങ്ങൾക്കാർക്കും താല്പര്യമില്ലേ സച്ചി, എടാ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പം ആ കുഞ്ഞിന് തരണം എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിങ്ങനെ പറയുക. അപ്പോൾ അത് കേൾക്കുമ്പം ശ്രുതി പറയാം, അതെന്താ അച്ചമ്മേ ഇവന് കുഞ്ഞുണ്ടാകുമ്പോൾ മാത്രം കൊടുക്കുന്നേ, ഞങ്ങളുടെ കാര്യം അച്ചമ്മ മറന്നുപോയോ? അല്ലടാ അതുകൊണ്ടല്ല, നിങ്ങൾക്ക് അതിനൊന്നും ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, സച്ചിക്കും രേവതിക്കും ഒരു ശകലം താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുക. അപ്പം രേവതിക്ക് അങ്ങ് നാണമൊക്കെ വരികയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണേ, അച്ചമ്മേ എനിക്കിതിനൊക്കെ നല്ല താല്പര്യമാണ്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാന്നേ, എനിക്ക് ഈ തൊട്ടിൽ ഉടനെ ആവശ്യം വരുമെന്നാണ് തോന്നുന്നത്, ഇവന് താല്പര്യമില്ല, അതുകൊണ്ടാണ് ശ്രീകാന്തിനെ ചൂണ്ടിക്കാണിച്ച് പറയുക. അപ്പോൾ അച്ചമ്മയൊക്കെ, അതെന്താണ് ശ്രീകാന്തെ നിനക്ക് താല്പര്യമില്ലാത്തത്, അതെന്താ നിനക്ക് കുഞ്ഞു വേണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത്, അത് അച്ചമ്മേ അത് ഇവള് തന്നെയാണ് പറയുന്നത്, ഇവക്ക് പ്രസവിക്കാൻ വയ്യെന്ന്. അപ്പോൾ അച്ചമ്മ ചോദിക്കുക, അതെന്താ പിന്നെ പ്രസവിക്കാൻ വയ്യാതെ പിന്നെ നീ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പോൾ വർഷ പറയും, എനിക്ക് പ്രസവിക്കാനൊന്നും വയ്യ, ഞാനേ വാടക ഗർഭപാത്രം എടുത്തിട്ട് അതിൽ കുഞ്ഞുണ്ടാകാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അച്ചമ്മയും ചന്ദ്രയൊക്കെ അന്തിച്ച് നിൽക്കുക.
അപ്പോൾ വർഷ പറയാ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്നേ, എല്ലാവരും അങ്ങനെയാണ്. വാടക ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ നൽകും, അല്ലാതെ പ്രസവിക്കാനും പ്രസവ വേദന സഹിക്കാനും ഒന്നും എനിക്ക് പറ്റിയല്ല. അത് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൻ അത് സമ്മതിക്കാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എപ്പോഴേ ഞങ്ങൾക്കൊരു കുഞ്ഞായേനെ ഈ വീട്ടിൽ. അപ്പോൾ ഉടനെ അച്ഛമ്മ പറയാം വാടക ഗർഭപാത്രം എടുത്തിട്ടോ, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം. അതെന്താ അച്ഛമ്മേ, അല്ലാതെ എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല. ഒന്ന് കൈ മുറിയുന്ന വേദന പോലും സഹിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ളപ്പം ഇത്രയും വേദന സഹിച്ച് ഞാൻ പ്രസവിക്കാനോ? അപ്പോൾ അച്ഛമ്മ പറയാം പിന്നെ അതൊക്കെ അങ്ങ് ശരിയാവും മോളെ, നിനക്ക് തോന്നുന്നതാ എന്ന് പറയാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറയാം. അപ്പോൾ വർഷ പറയേ ശരിയാത്തൊന്നുമില്ല, ഞാൻ എങ്ങനെയാണേലും വാടക ഗർഭപാത്രത്തിലേ ഉള്ളൂ എനിക്ക് കുഞ്ഞുണ്ടാകത്തുള്ളൂ, ഞാനത് തീരുമാനിച്ച കാര്യമാണെന്ന് പറഞ്ഞ് വർഷ പോവാ. അപ്പോൾ ചന്ദ്ര പറയാം അവൾ പറയുന്നത് കേട്ടില്ലേ ശ്രീകാന്തെ, നീ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയാണോ? വാടക ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടായാൽ മതിയെന്ന് നീ ഇതൊന്നും സമ്മതിച്ച് കൊടുത്തേക്കരുത് കേട്ടോ. ദേ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. അവളുടെ അമ്മയെ അടുത്ത ദിവസം തന്നെ ഞാൻ വിളിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കണം. വർഷ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്ന് പറയാം. അപ്പം അച്ചമ്മ പറയുന്നുണ്ട് എൻ്റെ ചന്ദ്രയെ നീ ഇങ്ങനെ ബഹളം വയ്ക്കാതെ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അതുകൊണ്ട് അവൾ പറയുന്നത് അതൊക്കെ മാറിക്കോളൂന്നേ. കുറച്ച് നാൾ കഴിയുമ്പോൾ അവളുടെ മനസ്സ് മാറും. വാടക ഗർഭപാത്രത്തിനൊന്നും അവൾ പോവില്ല. ചന്ദ്ര ഇപ്പോഴേ കിടന്ന് ഇങ്ങനെ ബഹളം വച്ചാൽ എങ്ങനെയാ എന്ന് അച്ചമ്മ പറയുന്നുണ്ട്. അച്ചമ്മ ഈ തൊട്ടിൽ സച്ചിക്കും രേവതിക്കും വേണ്ടി കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ. അതേസമയം ശ്രീകാന്തും വർഷയും ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രയുടെ മനസ്സിലൊരു തീയായിട്ട് വരിക ഇനി അത്. വർഷയോട് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്